അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സെനി ടോക്സ്. ഞാൻ സെനി റമീത്തിലെ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഇതുവരെയുള്ള ലൈഫില് നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും ചില അവസരങ്ങളിൽ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയും അവഗണിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളും സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെ. അതേപോലെ തന്നെ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ആളുകൾ, ചേർത്ത് പിടിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടാവാം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും പല സാഹചര്യങ്ങൾ നമ്മളെ പലരും അവഗണിക്കും, വിഷമിപ്പിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ മാനസികമായി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകും. ചിലപ്പോൾ കരയും, ചിലപ്പോൾ നമ്മൾ ഒരു അവരോടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ എല്ലാ കാലവും മനസ്സിൽ സൂക്ഷിക്കാറുമുണ്ട് അല്ലെ. കഴിഞ്ഞു പോയ പല ഇൻസിഡന്റുകളിലും ഉണ്ടാവുന്ന അവഗണനകളും ഒക്കെ നമ്മളെപ്പോഴും മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ച് സ്വയം വേദനിക്കാറുണ്ട്. അല്ലെങ്കിൽ അത്തരം ആളുകളുടെ ഉള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവാനോ ഇടപെടാനോ താല്പര്യം കാണിക്കാറുള്ള അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. പക്ഷെ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായ വിഷമമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരയണം. അത് കുറച്ച് സമയം ഒന്ന് കരഞ്ഞ് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ അതെപ്പോഴും അതിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ച് ഭയങ്കരമായിട്ട് ഒരു നമ്മൾ തന്നെ പെയിന് കൊടുക്കുന്ന ഒരവസ്ഥയിലൂടെ ഒന്നും കടന്നു പോവാതിരിക്കുക. കാരണം നമ്മൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ആളുകള് നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, അവർക്ക് അത്രയേ ബോധമുള്ളൂ, അല്ലെങ്കിൽ അത്ര വിവരമേ അവർക്കുള്ളൂ, അല്ലെങ്കിൽ അത്ര പക്വതയെ അവർക്കുള്ളൂ. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ പരിഹസിക്കുന്നതും അവഗണിക്കുന്നതും വേദനിപ്പിക്കുന്നതും. അത് അവരുടെ ഒരു കൾച്ചറാണ്. പക്ഷെ നമ്മള് അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവുന്നു അതുപോലെ ഒരു വേദന നമ്മൾ മറ്റൊരു ആൾക്ക് കൊടുക്കാതിരിക്കാനും കൂടെ ശ്രമിക്കുക. നമ്മൾ മറ്റൊരാളെ പരിഹസിക്കാനോ അവഗണിക്കാനോ ഒന്നും നമ്മൾ മെനക്കെടേണ്ട ആവശ്യമില്ല. പിന്നെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുറെയൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുകയോ അല്ലെ അവഗണിച്ചു വിടുകയോ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരിക്കലും ഒരാളോടുള്ള വിഷമം അല്ലെങ്കിൽ ഒരാളുടെ വെറുപ്പ് അത് കുറച്ച് മനുഷ്യനാണ് നമ്മളെ മാനസികമായി എപ്പോഴും മനസ്സിൽ വേദനിപ്പിക്കും ചില സാഹചര്യങ്ങളിൽ. പക്ഷെ അത് ആ സമയത്തേക്ക് മാത്രം നമ്മള് ഓക്കെ എനിക്ക് വിഷമമുണ്ട്, ടെൻഷനുണ്ട്, നമ്മളൊരു 5-10 മിനിറ്റ് അതിലൊന്ന് കുടുങ്ങി നിന്ന് പിന്നെ അത് മനഃപൂർവ്വം നമ്മുടെ മൈൻഡിനെ ക്ലിയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അവരെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് വെറുതെ നമ്മുടെ വിലപ്പെട്ട സമയവും നമ്മൾ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ കൾച്ചർ അങ്ങനെയാണ്. ആ കൾച്ചറിലേക്ക് ഞാൻ പോവാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിങ്സ് കൊണ്ടുവരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കുറെ അവര് നമ്മളെ പിന്നാലെ നടന്ന് അവര് വലിയ പ്രയോജനമില്ല എന്ന് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരാൾക്ക് നമ്മൾ വേദനിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ സന്തോഷം. നമ്മൾ അവഗണിക്കുന്ന ആൾക്ക് നമ്മൾ ഓക്കെ അവരൊന്ന് ചെറുതായി ഇല്ല, അവരെ ഞാൻ വേദനിപ്പിച്ച് അത് അവർക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണുമ്പോഴാണ് അത് അവർക്ക് അതൊരു സന്തോഷമായിട്ട് ഓക്കെ അവരുടെ ചെയ്ത ഒരു പ്രവൃത്തിയിൽ അവർക്ക് റിസൾട്ട് കിട്ടിയല്ലോ. പക്ഷെ അതില് നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ എന്നെ എത്ര അവഗണിച്ചാലും, നിങ്ങൾ എന്നെ എത്ര വിഷമിപ്പിച്ചാലും ഞാൻ ഇതിലൊന്നും തളരാൻ പോകുന്നില്ല, ഇതൊന്നും എന്നെ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിങ്സ് നമ്മൾ കൊണ്ടുവന്നാൽ നമുക്കും ബുദ്ധിമുട്ടില്ല, അത് അവർക്കും അവർ ചെയ്യുന്ന പ്രവൃത്തി അവരും ക്രിയേറ്ററും തമ്മിലുള്ള ഒരു ഇടപാടാക്കി നമ്മൾ അങ്ങ് മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ കുടുങ്ങി നിന്ന് വെറുതെ നമ്മൾ നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യേണ്ട എന്നാണ്. പക്ഷെ ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ ഉപദ്രവിക്കുന്ന ആളുകൾ അവരെ വെറുതെ വിടരുത്, അവർക്കെതിരെ നമ്മൾ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു വലിയ തെറ്റ് ചെയ്ത എന്തായാലും അവർക്കെതിരെ നിങ്ങളൊരു കേസ് കൊടുക്കുക. നിങ്ങളൊരു കേസിന് പല രീതിയിൽ, ചിലപ്പോൾ പ്രൊഫഷണൽ ആയിരിക്കാം, ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കും, പല രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോൾ ചില ആളുകൾ നമ്മൾ ഉപദേശിക്കാറുണ്ട് അല്ലെ, നിങ്ങൾ ലീഗലി മൂവ് ചെയ്യും, അല്ലെങ്കിൽ അതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. പക്ഷെ അത്തരത്തില് വലിയ കാര്യങ്ങൾ അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ പോവേണ്ടി വന്നാൽ മാത്രം, ഇല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മള് വെറുതെ ഞാൻ പറയുന്നത് നമ്മള് ഒരാൾക്ക് പണിഷ് ചെയ്യാൻ നമ്മൾ ഒരാളെ പണിഷ് ചെയ്യുന്നതിന് ഒരു പരിധികളുണ്ട്. പക്ഷെ നമ്മൾ ഓവറായിട്ട് ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിക്കുന്ന ഒരാൾക്ക് ദൈവത്തിന് ആ ക്രിയേറ്ററിനെ നമ്മൾ അങ്ങ് വിട്ടുകൊടുക്കുക. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഞാൻ പണിഷ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അവരുടെ തെറ്റിനായാലും അവർക്ക് അർഹതപ്പെട്ട പണിഷ്മെന്റ് കൊടുക്കാൻ ഏറ്റവും
യോഗ്യനായ ഒരാള് ക്രിയേറ്ററാണ്. ആ ക്രിയേറ്റർക്ക് ഞാൻ അയാളെ അങ്ങ് വിട്ടുകൊടുക്കുകയാണെന്നുള്ള ഒരു തോട്ടില് നമ്മൾ അത് വിട്ടുകളയും. അല്ലാതെ നമ്മളിങ്ങനെ ലീഗലി പോയി കുറെ പണം ചെലവാക്കി കുറെ സമയം സ്പെൻഡ് ചെയ്ത് ഇതിനൊക്കെയുള്ള അലച്ചിലുകൾ നമ്മളെ മനസ്സിനെ നെഗറ്റീവ് ആക്കി നമ്മളും വളരെ ബുദ്ധിമുട്ടിൽ ആവുന്നതിനേക്കാൾ ബെറ്റർ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ അങ്ങ് ക്ഷമിച്ചു കൊടുക്കുക, നമ്മൾ അങ്ങ് യൂണിവേഴ്സിനെ വിട്ടുകൊടുക്കുക. ഞാൻ അയാൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു ദൈവം. എനിക്ക് പലപ്പോഴും പല പ്രോബ്ലംസും ഞാൻ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ല ഞാൻ അയാൾക്ക് ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു, നീയും അയാളോട് ക്ഷമിച്ചേക്കൂ അല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. അതേപോലെ നമ്മൾ വെറുതെ ഈ പരിഹസിക്കുന്ന ആളുകളുടെ വാക്കുകള് അതൊക്കെ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിനേക്കാളും നമ്മുടെ സമയം വെറുതെ പാഴാക്കുന്നതിനേക്കാളും ബെറ്റർ അത്തരത്തിലുള്ള ആളുകളെ ഒഴിവാക്കി വിടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതേ സമയത്ത് നമ്മളെ സ്നേഹിച്ചവർ, നമ്മളെ ചേർത്ത് പിടിച്ച ആളുകളും ഉണ്ടാവും അല്ലെ. അത്തരം ആളുകളോട് ഉള്ള സ്നേഹം അതെപ്പോഴും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയും നമ്മൾ അതിനോട് നന്ദിയുള്ളവരായിരിക്കുക എന്നതുള്ളതുമാണ്. സ്നേഹമായാലും നന്ദിയായാലും അത് നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ വേണം. നമുക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഐ ലവ് യു എന്ന് അവരോട് പറയുന്നത് തന്നെയല്ലേ വരെ. നമ്മൾ ഒരാളോടുള്ള സ്നേഹം എപ്പോഴും അതിങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നതല്ലേ. അതേപോലെ നമ്മളെ സ്നേഹിച്ചവരെ, നമ്മൾ ചേർത്ത് പിടിച്ചവരെ, അവരൊക്കെ നമ്മുടെ സ്നേഹമായാലും ഗ്രാറ്റിറ്റ്യൂഡ് ആയാലും അറിയിക്കുന്നത് തന്നെയാണ് നല്ലത്. അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും സൂക്ഷിക്കുക എന്ന് കരുതി നമ്മളെല്ലായ്പ്പോഴും അവരെ വിളിക്കുക, സംസാരിക്കുക, അല്ലെ അവർക്ക് വേണ്ടിയല്ല വേണമെന്നല്ല ഞാൻ പറയുന്നത്. അത് പറ്റാത്ത ആളുകള് നമ്മൾ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തുക, എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അവഗണിക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും നമ്മൾ വിട്ടുകളയുക. അവര് അതിന് മാത്രം നമ്മുടെ അയലത്ത് നിൽക്കാനുള്ള ഒരു യോഗ്യത അവർക്കില്ല എന്ന് കരുതി അവരെ വിട്ടുകളയുക. അവരുടെ ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ താന്നു പോവാതിരിക്കുക എന്നുള്ളതാണ്. ആരെയും അവഗണിക്കാനോ പരിഹസിക്കാനോ വേദനിപ്പിക്കാനോ നമ്മളായിട്ട് ശ്രമിക്കേണ്ട. നമ്മളെ ഒരാൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് വലുതായിട്ട് നമ്മളെ മനസ്സിനെയോ ശരീരത്തെയോ ബാധിക്കാത്ത രീതിയിൽ മാറ്റി നിർത്താനും ശ്രമിക്കുക. ചേസ് യുവർ ഡ്രീംസ്. താങ്ക് യു.